ഹായ് ഫ്രണ്ട്സ്, സീക്ക് സ്പോർട്സിൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റിൽ ഇന്നിങ്സ് തോൽവി ഒഴിവാക്കിയെന്നതിൽ രോഹിത്തിനും സംഘത്തിനും ആശ്വസിക്കാം. പെർത്തിൽ കൊടുത്തതിന് അഡ്ലൈഡിൽ ഓസ്ട്രേലിയ ഇന്ത്യക്ക് പലിശ സഹിതം തിരിച്ചു കൊടുത്തു എന്നു തന്നെ പറയാൻ കഴിയും. രണ്ടാം ടെസ്റ്റിൽ 10 വിക്കറ്റിനാണ് ഇന്ത്യയുടെ തോൽവി. രണ്ടാം ഇന്നിങ്സിൽ 175 റൺസിന് ഇന്ത്യയെ പുറത്താക്കിയ ഓസീസിന് ജയിക്കാൻ 19 റൺസ് മാത്രം മതിയായിരുന്നു. ഓപ്പണർമാരായ നാദാൻ മക്സീനയും ഉസ്മാൻ ഖവാജയും ചേർന്ന് അനായാസം ഇന്ത്യയെ തുരത്തി 10 വിക്കറ്റ് വിജയം കരസ്ഥമാക്കി. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇരു ടീമുകളും ഒപ്പത്തിനെത്തി. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ 295 റൺസിന് ജയിച്ചിരുന്നു. ഇതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലുള്ള പോയിന്റ് ടേബിളിൽ ഇന്ത്യ 3-ാം സ്ഥാനത്തേക്ക് വീണിരിക്കുകയാണ്. ഓസീസ് നായകൻ പാറ്റ് കമിൻസിന്റെ 5 വിക്കറ്റ് നേടിയ ആ പ്രകടനമാണ് രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യയുടെ ബാറ്റിങ്ങിന്റെ നട്ടെല്ലൊടിച്ചത്. ഇന്ത്യക്കായി രണ്ടാം ഇന്നിങ്സിൽ അല്പമെങ്കിലും പൊരുതി നിന്നത് നിതീഷ് കുമാർ റെഡ്ഡിയാണ്. 47 പന്തിൽ നിന്ന് 42 റൺസ് എടുത്താണ് താരം പുറത്തായത്. ഒന്നാം ഇന്നിങ്സിലും നിതീഷ് കുമാർ 42 റൺസ് തന്നെയായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും രവിചന്ദ്രൻ അശ്വിനും ടീമിൽ ഉൾപ്പെട്ടിട്ടും ഇന്ത്യക്ക് ജയിക്കാൻ കഴിയാത്തത് ആരാധകർക്കിടയിൽ വലിയ നിരാശ സമ്മാനിച്ചു.